ഒരു പക്ഷേ നമ്മളിന്ന് ചർച്ച ചെയ്യേണ്ടത് ഇടതുപക്ഷത്തെക്കുറിച്ചായിരുന്നു. അതെ 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 ആ രീതിയിലുള്ള ചർച്ചകളെ പോലും മാറ്റിമറിച്ചുകൊണ്ട് ഈ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടി വന്നത് അതിൽ കോൺഗ്രസ്, അതിന് ഒറ്റ ഉത്തരവാദിയേ ഉള്ളൂ, അത് കോൺഗ്രസ് നേതൃത്വം മാത്രമാണ്. പക്ഷേ അക്കാര്യത്തിലൊരു ധാരണ ഉണ്ടാക്കാൻ കഴിയുന്നില്ല. ഒരു തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചാൽ 1 മണിക്കൂറിനകം ഞങ്ങൾ നേതാവിനെ പ്രഖ്യാപിക്കുമെന്നാണ് അന്ന് പറഞ്ഞത്. അയാളെ ഞങ്ങൾ അംഗീകരിക്കില്ല, അയാളെ തോൽപ്പിക്കുമെന്നൊക്കെ നേതാക്കന്മാർ പറഞ്ഞിട്ടില്ല എന്ന് വാസ്തവമാണ്. പക്ഷേ അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ഇവിടെ കേരളത്തിൽ ഉണ്ടാക്കിയെടുത്തതിൽ ലീഗിന് ചെറിയ ധാരണ പെശക് പറ്റിയിട്ടുണ്ട്. ഇൻസൈറ്റിലേക്ക് സ്വാഗതം. കേരളത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ പ്രഖ്യാപിച്ചിട്ട് ഒരാഴ്ച പിന്നിടുകയാണ്. 102 സീറ്റുമായി UDF വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നു. എന്നാൽ ഒരാഴ്ച പിന്നിട്ടിട്ടും കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രി ആരാണ് എന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കാൻ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വത്തിന് ഹൈക്കമാൻഡിന് കഴിഞ്ഞിട്ടില്ല. ഇക്കാര്യത്തിൽ ഗ്രൂപ്പ് തിരിഞ്ഞുള്ള മത്സരങ്ങൾ, ചേരിപ്പോരുകൾ കേരളത്തിൽ സജീവമായി തുടരുന്നുണ്ട്. MLA-മാർക്കിടയിൽ മാത്രമല്ല, അണികൾക്കിടയിലേക്കും അത് വ്യാപിക്കുകയുണ്ടായി. ഡൽഹിയിൽ നടന്നൊരു ചർച്ചയിൽ വെച്ചിട്ട് ഇനി അത്തരം ചേരിപ്പോരുകൾ പരസ്യമായി പാടില്ല എന്നുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ താൽക്കാലികമായി അത് അടങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും ആളുകളുടെ ഉള്ളിൽ ചേരികളായി 3 ചേരികളായി തന്നെ മാറിയിട്ടുണ്ട്. ആരാണ് കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രി? അത് ഈ തെരഞ്ഞെടുപ്പിൽ യുദ്ധം നയിച്ച VD സതീശനാണോ, സീനിയറായ രമേശ് ചെന്നിത്തലയാണോ, അതോ ആലപ്പുഴയിൽ നിന്നുള്ള പാർലമെൻറ്റ് അംഗമായ KC വേണുഗോപാലാണോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഇന്നോ നാളെയോ ലഭിക്കുമെന്നാണ് ഒടുവിൽ കിട്ടുന്ന സൂചന. പക്ഷേ ഇക്കാര്യത്തിൽ ഘടകകക്ഷികൾക്കുൾപ്പെടെ അതൃപ്തി പുറത്തു വന്നു കഴിഞ്ഞു. നമ്മൾ ഉന്നയിക്കുന്ന ചോദ്യം, ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ചേരിപ്പോരും ഗ്രൂപ്പ് വഴക്കും ഇത് ഭരണത്തിലേക്കും നീളുമോ എന്നുള്ള പ്രശ്നമാണ്. എന്നോടൊപ്പം ഈ വിഷയം ചർച്ച ചെയ്യാൻ മുതിർന്ന മാധ്യമപ്രവർത്തകനായ ശ്രീ MP പ്രശാന്തുണ്ട്. തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ, ഫലം പ്രഖ്യാപിച്ച സമയത്തൊക്കെ പലവട്ടം ചർച്ച ചെയ്താണ് ഇനി മുഖ്യമന്ത്രി ആരാകും എന്നുള്ളതായിരിക്കും വലിയ ഭൂരിപക്ഷത്തിൽ വന്ന കോൺഗ്രസിൻ്റെ മുന്നിലുള്ള ചോദ്യം. ആ പ്രശ്നമായിരിക്കും അവർ പരിഹരിക്കാനുള്ളൊരു പ്രശ്നം എന്നുള്ളത്. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അതൊരു വലിയ കീറാമുട്ടിയായി കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. ആരാകും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ വന്ന് ഹൈക്കമാൻഡിൻ്റെ ആളുകൾ, നിരീക്ഷകർ കേരളത്തിൽ വന്ന് തിരിച്ചുപോയി. ഡൽഹിയിലേക്ക് നേതാക്കളെ വിളിപ്പിച്ച് ചർച്ച ചെയ്തു. തീരുമാനമായി, പരിഹാരമായി അത് AICC പ്രസിഡന്റ് പ്രഖ്യാപിച്ചാൽ മതിയെന്നാണ് കഴിഞ്ഞ ദിവസം അറിഞ്ഞത്. പക്ഷേ ഇപ്പോൾ കേൾക്കുന്ന വാർത്ത, ഇന്നിപ്പോൾ മുൻ PCC പ്രസിഡന്റുമാരെ കൂടി ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് വീണ്ടും ഒരു ചർച്ച നടക്കാൻ പോകുന്നതാണ്. അതിൻ്റെ അനിശ്ചിതത്വം നീളുന്നു എന്നാണ് എൻ്റെ അർത്ഥം. എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ചർച്ചയാക്കപ്പെട്ട ഒരു വാക്ക് വിസ്മയം എന്നായിരുന്നു. ആ വിസ്മയത്തിന് പുതിയൊരു അർത്ഥം കൂടി ഉണ്ടാവുകയാണ്. കാരണം ഇത്രയധികം ഭൂരിപക്ഷം കിട്ടിയ ഒരു മുന്നണിക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ടും മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് വലിയൊരു വിസ്മയം തന്നെയാണ്. ഇത് അനാവശ്യമായിട്ടുള്ള സങ്കീർണതകൾ ഉണ്ടാക്കിയതാണ്. ഇപ്പം പലരും പറയാറുള്ളത് മുമ്പും ഇതുപോലെ ഉണ്ടായിരുന്നു, മുമ്പത്തെ ചില സന്ദർഭങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയാറുണ്ട്. പക്ഷേ ആ സമയത്തൊക്കെയും ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. അത് മുഖ്യമന്ത്രിയായി തീർച്ചപ്പെടുത്തിയ ആൾ പരാജയപ്പെടുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഇത് നീണ്ടുപോകുന്നത്. എന്നാൽ അത്തരം ഒരു പ്രശ്നങ്ങളുമില്ല. വളരെ സ്മൂത്തായിട്ട് ട്രാൻസിഷൻ നടക്കേണ്ട ഒരു സന്ദർഭത്തിലാണ് ഇത് അനാവശ്യമായിട്ട് വളരെ അതിസങ്കീർണമാക്കി കൊണ്ടുപോകുന്നത്. അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം കോൺഗ്രസ് നേതൃത്വത്തിന് മാത്രമാണ്. യഥാർത്ഥത്തിൽ ഹൈക്കമാൻഡിൻ്റെ ഭാഗമായ KC വേണുഗോപാൽ തന്നെയല്ലേ ഈ പ്രതിസന്ധി ഉണ്ടാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം? ഒരുപക്ഷെ ആ പ്രശ്നം ഈ വേണുഗോപാലിന് മത്സരിക്കണമെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആവണം എന്നാണ് ഉദ്ദേശമെങ്കിൽ അത് ആദ്യമേ തന്നെ പ്രഖ്യാപിക്കുകയും അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ആ വഴിയിൽ തന്നെ പോകുമായിരുന്നു. അതിൻ്റെ റിസൾട്ട് എന്താവും നമുക്കറിയില്ല. പക്ഷേ അദ്ദേഹം ആ വഴി തിരഞ്ഞെടുക്കാതെ വളരെ ജനാധിപത്യ വിരുദ്ധമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു വഴിയിലൂടെയാണ് തിരഞ്ഞെടുത്തത്. അത് ഒരുപക്ഷെ വളരെ വളരെ വലിയൊരു പ്രതിഷേധം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കാണാതിരിക്കാൻ പറ്റില്ല. അത് സതീശനോടുള്ള ഏതെങ്കിലും ഒരു വിധേയത്വമോ അല്ലെങ്കിൽ പ്രീതിയോ ഒന്നുമല്ലത്. അത് ഇത്തരത്തിലുള്ളൊരു മാൻഡേറ്റിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു. ഇത് പക്ഷേ ഒരു ജനവിധിയെ തന്നെ അട്ടിമറിക്കുന്നു എന്നുള്ള ഒരു പ്രതീതിയാണ്
ജനങ്ങൾക്കിടയിലുണ്ടായിട്ടുള്ളത്. അത് സാധാരണ ജനങ്ങൾ, അതായത് UDFൻ്റെ ഘടകകക്ഷികളുടെ പ്രവർത്തകർ മാത്രമല്ല, UDFന് വോട്ട് ചെയ്ത പുറത്തുള്ള ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കേണ്ട ഉത്തരവ് വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ട് വി ഡി സതീശന് പറ്റില്ല? എന്താണ് വി ഡി സതീശൻ്റെ അയോഗ്യത? UDF ചെയർമാനാണ്, ഈ പ്രതിപക്ഷ നേതാവാണ്, 5 വർഷം പാർട്ടിയെയും മുന്നണിയും നയിച്ച ആളാണ്. അതൊരു നാച്ചുറൽ ചോയ്സ് എന്ന വാക്കാണ് സ്ഥിരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് അദ്ദേഹത്തിന് പറ്റില്ല? അതിനൊരു ഉത്തരം പറയണമല്ലോ. എന്തുകൊണ്ടാണ് വി ഡി സതീശനെ മാറ്റി നിർത്തുന്നത് എന്നുള്ളതിന് ഒരു വ്യക്തമായ ഉത്തരം ഇതുവരെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ സതീശന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ മാത്രമേ വേറൊരാളെ നോക്കേണ്ട ആവശ്യമുള്ളൂ. അവിടെ രമേശ് ചെന്നിത്തല മറ്റൊരു ഓപ്ഷനാണ്. രമേശ് ചെന്നിത്തല വളരെ സീനിയറായ ഒരു നേതാവാണ്, അവസരങ്ങൾ നഷ്ടപ്പെട്ട ഒരാളാണ്. ആ നിലയ്ക്ക് രമേശ് ചെന്നിത്തലയ്ക്കും ഒരവസരത്തിന് അർഹതയുണ്ട്. അതാണ് ഈ CLPയിലുള്ള ആളുകൾ, ലെജിസ്ലേറ്റീവ് പാർട്ടിയിലുള്ള ആരെയും തിരഞ്ഞെടുക്കാം. ഒരു പ്രശ്നം ഇപ്പോൾ സതീശന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും, അതായത് CLPയിലുള്ള ആരെങ്കിലും തിരഞ്ഞെടുക്കാം. അതല്ലാത്ത എന്ത് പ്രതിസന്ധിയാണ് കോൺഗ്രസ്സിന് മുമ്പിൽ ഉള്ളത് എന്നാണ് ഘടകകക്ഷികളും സാധാരണ ജനങ്ങളും ചോദിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പം ലീഗിൻ്റെ മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുൽ ഹമീദ് മാഷ് ചോദിച്ച ചോദ്യം അതാണ്. MLA-മാർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല, അവർക്ക് ആഹ്ലാദങ്ങൾ പങ്കെടുക്കുന്ന പറ്റുന്നില്ല, പൊതുപരിപാടികൾ അത് ജനകീയ വിചാരണ പോലെയാണ്. അപ്പം മാതാപുരത്ത് തിരഞ്ഞെടുക്കപ്പെട്ട MLA-യോട് ജനങ്ങൾ ചോദ്യം ചെയ്യുന്ന കേട്ടിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടാകും. ഇതൊക്കെ ഒഴിവാക്കാമായിരുന്നതായിരുന്നു. ഇത് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെക്കാൾ കൂടുതൽ ഒരു വലിയ ഒരു പ്രതിസന്ധിയാണ്. യഥാർത്ഥത്തിൽ ഒരാഴ്ച വൈകിയതൊന്നും അല്ല പ്രശ്നം. ഒരാഴ്ച എന്നുള്ളത് ഒരു വലിയ കാലയളവായിട്ടൊന്നും കണക്കാക്കാൻ പറ്റില്ല. പക്ഷേ അക്കാര്യത്തിലൊരു ധാരണ ഉണ്ടാക്കാൻ കഴിയുന്നില്ല. ഒരു തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചാൽ 1 മണിക്കൂറിനകം ഞങ്ങൾ നേതാവിനെ പ്രഖ്യാപിക്കുമെന്നാണ് അന്ന് പറഞ്ഞത്. അതൊക്കെ ഒരു അതിശയോക്തിയാണെങ്കിൽ നമുക്കതൊക്കെ ഒഴിവാക്കാം. പക്ഷേ എന്തിനു നീട്ടിക്കൊണ്ടുപോകുന്ന ഒരു ചർച്ചകൾ നടക്കുന്നുണ്ട്. മറ്റു 4 സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രിമാരായി കഴിഞ്ഞു. കേരളത്തിലാണ് ആദ്യം നടക്കേണ്ടിരുന്നത്. അപ്പം എന്തിനു വേണ്ടിയാണ് ഇത്ര ഡിലേ വരുത്തുന്നത് എന്നുള്ളതിനൊരു ഉത്തരമില്ല. വാസ്തവത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന് ഉത്തരമില്ല. അവർ ഇപ്പം ഈ ജയിച്ച ആളുകൾ, തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളിൽ നിന്ന് ഒരാളെ മുഖ്യമന്ത്രിയാക്കാൻ എന്താണ് തടസ്സം, എന്താണ് ഈ പ്രതിസന്ധിക്ക് കാരണം? അപ്പോഴാണ് ഈ കാണുന്നതിനൊക്കെ പിറകിൽ മറ്റ് പലതുമുണ്ട് എന്ന് സംശയിക്കപ്പെടുകയും ഈ ജനവിധിയെ തന്നെ ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഒരു ഭയങ്കരമായ അസംതൃപ്തി ഉണ്ട് ജനങ്ങൾക്കിടയിൽ. അത് ഏതെങ്കിലും വ്യക്തിയോടുള്ള ഒരു ആരാധനയൊന്നുമല്ല. ഇതിൽ എന്താണ് ഒരു നാച്ചുറൽ ജസ്റ്റിസ് അട്ടിമറിക്കുന്നു എന്നുള്ളൊരു ബോധം ഉണ്ടാകും. മാത്രമല്ല ഇതിൻ്റെ വലിയൊരു ഇതിപ്പം മുഖ്യമന്ത്രി തീരുമാനമായിട്ടില്ല. മന്ത്രിമാരെ തീരുമാനിക്കണം, അവരുടെ എണ്ണം തീരുമാനിക്കണം, പോർട്ട്ഫോളിയോ തീരുമാനിക്കണം. ഇത് ഘടകകക്ഷികളുമൊക്കെ ചർച്ച ചെയ്ത് തീരുമാനിക്കാനുള്ള കാര്യങ്ങളാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ ഉള്ളിൽ തന്നെ പ്രശ്നങ്ങൾ തീരാതെ എങ്ങനെയാണ് മറ്റ് കക്ഷികളുമായി ചർച്ച ചെയ്യുക എന്നൊരു പ്രശ്നമുണ്ട്. അപ്പം അതുമാത്രമല്ല, ഇതിൻ്റെ മറ്റൊരു കാഷ്വാലിറ്റി എന്നുള്ളത് മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിലുള്ള ബന്ധം വഷളായിട്ടുണ്ട്. അത് മാത്യു കുഴൽനാടൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റോട് കൂടി തന്നെ അത് വഷളായി തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ സൂചനകൾ തെരഞ്ഞെടുപ്പിന് സമയത്ത് തന്നെ ഉണ്ടായിരുന്നു. അതായത് കോൺഗ്രസും ലീഗും തമ്മിലുള്ള ബന്ധത്തിലുള്ള ഉലച്ചിലുകൾ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് വലിയ രീതിയിൽ ചർച്ചയാവാതെ പോയത്, അപ്പുറത്ത് വലിയൊരു പിണറായി വിരുദ്ധ വികാരമുണ്ട്, അതൊക്കെ ആയിരുന്നു ഇവരെ ഒന്നിച്ചത്. UDFന് ഒറ്റക്കെട്ടായി നിർത്തിയത് ആ ഒരു അപ്പുറത്തുള്ള ഒരു വിരുദ്ധ വികാരമായിരുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മൾ നോട്ട് ചെയ്തിട്ടുള്ള കാര്യമുണ്ട്. ഒന്ന്, കോൺഗ്രസ്സിന് അധികം സീറ്റ് കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. അപ്പോൾ ലീഗിന് അപ്പോൾ ലീഗിന് സീറ്റ് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതിൻ്റെ കാരണം എന്താണ്? അത് വേറെ കാരണമൊന്നുമില്ല, പക്ഷേ സീറ്റ് കൊടുക്കാൻ പറ്റില്ല എന്നാണ്. ഈ സീറ്റ് മാറാനുള്ളവരോട്ട് തിരുവമ്പാടി ആ സീറ്റുകൾ മാറുമ്പോൾ ആ സീറ്റ് കൊടുക്കാൻ പറ്റില്ല, കോൺഗ്രസ്സിന് കൊടുക്കാൻ പറ്റില്ല. പുനലൂർ ലീഗ് മത്സരിക്കുന്ന സ്ഥലത്ത് ഒരു റബൽ സ്ഥാനാർത്ഥി കോൺഗ്രസ് അത് പിൻവലിച്ചു. അപ്പോൾ ആ സമയത്ത് തന്നെ ഈ സൂചനകൾ ഉണ്ടായിരുന്നു.
അതായത് ലീഗിന് വലിയ ഒരു അപ്രമാദിത്വമുള്ള ഒരു ഗവൺമെൻറ്റാണ് വരാൻ പോകുന്നത്. ഈ ടെംപ്ലേറ്റ് ഉണ്ടാക്കിയത് LDF ആണ്. LDF കുറേ കാലമായി പറയുന്നതാണ് ലീഗാണ് UDF നിയന്ത്രിക്കുന്നത്. UDF അധികാരത്തിൽ വന്നാൽ അത് ലീഗ് ആണ് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുക, ആഭ്യന്തരം ഭരിക്കുക ലീഗാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. CPM-ന്റെ നേതാക്കന്മാരാണ് അത് CPM നേതാക്കന്മാരാണ് പറഞ്ഞതെങ്കിലും അത് കോൺഗ്രസിനെ പോലും സ്വാധീനിച്ചിട്ടുണ്ട്. ആ സ്വാധീനമാണ് ഇപ്പോൾ പ്രകടമായിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഞങ്ങളുടെ ഒരു തുടക്കത്തിൽ നമുക്കറിയാം ഘടകകക്ഷി എന്ന നിലയിൽ ലീഗിന് അഭിപ്രായമുണ്ട്. അപ്പോൾ UDF-ന്റെ മുഖ്യമന്ത്രിയാണല്ലോ. അതുകൊണ്ടാണ് ഹൈക്കമാൻഡ് പ്രതിനിധികൾ വന്നിട്ട് ഘടകകക്ഷികളുടെ അഭിപ്രായം ചോദിക്കുന്നത്. അപ്പം ലീഗിന് അങ്ങനെ കൂട്ടായ വിജയമായിരുന്നല്ലോ. അതെ. അപ്പോൾ ആ ലീഗിൻ്റെ അഭിപ്രായം പറയാതെ പറഞ്ഞു, സൂചനകൾ നൽകി. എന്നാൽ അതൊരു ഘട്ടം കഴിഞ്ഞപ്പോൾ അത് അത്ര എന്താ പറയുക നിഷ്കളങ്കമായ ഒരു പിന്തുണയല്ല എന്ന രീതിയിൽ വന്നു എന്നുള്ളതാണ്. അത് ലീഗിനെന്തോ അജണ്ടയുണ്ട് എന്ന സംശയം ജനിപ്പിക്കുന്ന രീതിയിലേക്ക് അത് വളർന്നു. കാരണം ലീഗിൻ്റെ സൈബർ പോരാളികളാണ് സതീശന് വേണ്ടി വാദിക്കുന്നത്, അതിശക്തമായിട്ട് KC വേണുഗോപാലിനെ എതിർക്കുന്നത്. പിന്നെ വന്ന് ലീഗ് പ്രവർത്തകർ സണ്ണി ജോസഫിനെതിരെ MSF പ്രകടനം നടത്തുന്നു. പിന്നെ കണ്ണൂരും മറ്റു സ്ഥലങ്ങളിലുമൊക്കെ ലീഗിൻ്റെ കൊടി പിടിച്ചുകൊണ്ട് തന്നെ പ്രകടനം നടത്തുന്നു. ഇരിക്കൂരിലെ STU-കാർ ഇവിടെ KC മത്സരിക്കുകയാണെങ്കിൽ ഞങ്ങൾ പരാജയപ്പെടുത്തുമെന്ന് പറയുന്നു. കോൺഗ്രസ്സുകാരും ഉണ്ടായിരുന്നു. അതെ. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ഒരു എന്താ പറയുക, ഒരു നാച്ചുറലായിട്ടുള്ള ഒരു താല്പര്യം ഉണ്ടല്ലോ. അപ്പോൾ പ്രതിപക്ഷ നേതാവായ ആൾ മുഖ്യമന്ത്രി ആവട്ടെ എന്നുള്ളതായിരുന്നു ആദ്യത്തില്ലെങ്കിൽ, പിന്നീട് ലീഗിനെന്തോ അജണ്ടയുണ്ട് എന്ന രീതിയിലേക്ക് ആ ചർച്ചയെ മാറുകയുണ്ടായിട്ടുണ്ട്. അതാണ് കുഴൽനാടൻ്റെ ഇതിലൂടെ വരികയും അത് പിന്നെ വലിയ രീതിയിൽ ഘടകകക്ഷികളുമായിട്ട് ചർച്ച നടത്താൻ കോൺഗ്രസിൻ്റെ കേന്ദ്ര നേതൃത്വം തന്നെ തീരുമാനിച്ചാണ്. അത് ഇപ്പോൾ തുടങ്ങിയതല്ല. നേരത്തെ തന്നെ ഘടകകക്ഷികളുമായി കുഞ്ഞാലിക്കുട്ടിയുമായിട്ടും KM മാണിയുമൊക്കെ ആയിട്ട് പല ഘട്ടങ്ങളിലായി ചർച്ച നടത്തിയിട്ടാണ് നേതാക്കന്മാരെ പ്രഖ്യാപിച്ചിരുന്നത്. മാത്രമല്ല കോൺഗ്രസിൽ ആഭ്യന്തര പ്രശ്നം ഉണ്ടാകുമ്പോൾ അതെ മുസ്ലിം ലീഗാണ് പലപ്പോഴും പരിഹരിച്ചിട്ടുള്ളത്. അത് ഒരു പരസ്യമായ രഹസ്യമാണ്. അതെ. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസിൻ്റെ കാര്യങ്ങളിൽ മുസ്ലിം ലീഗ് ഇടപെടുന്നു എന്നുള്ള പുതിയ കാര്യമല്ല. പക്ഷെ പുതിയ ഒരു സാഹചര്യം എന്നുള്ളത് അത് CPM സെറ്റ് ചെയ്ത ആ ഒരു പ്രതീതി അത് കോൺഗ്രസ്സിലെ പ്രവർത്തകരെ പോലും ബാധിക്കുകയും അവരുടെ ചിന്താരീതിയെയും അവരുടെ പ്രവർത്തികളെയും ബാധിക്കുകയും ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇനി സംഭവിക്കാൻ പോകുന്നത് മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിലുള്ള പ്രശ്നം ഞങ്ങൾ വിചാരിച്ചത് കുറച്ച് കഴിഞ്ഞാൽ മാത്രമേ അത് വരുന്നുള്ളൂ. പക്ഷേ ഇതിപ്പം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അത് പ്രശ്നമാവുകയും അത് ഒരു ഇഷ്യൂ ആയി മാറുകയും ചെയ്യുന്നു. ഇനിയിപ്പം മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രവർത്തനം എന്നുള്ളത് ലെൻസ് വെച്ച് നോക്കും ആളുകൾ. മുസ്ലിം ലീഗിന് 5 മന്ത്രിമാരെ വേണമെന്നുള്ള അവരാവശ്യപ്പെടുന്നൊന്നുമില്ല. പക്ഷേ അവരുടെ പ്രവർത്തനം അനുസരിച്ചിട്ടും അവർക്ക് കിട്ടിയ MLA-മാരുടെ കണക്കനുസരിച്ചിട്ടും അതിന് അവർക്ക് അർഹതയുണ്ട്. പക്ഷെ അതായിരിക്കും അടുത്ത വിവാദമാകാൻ പോകുന്നത്. അത് മാത്രമല്ല മുസ്ലിം ലീഗിന് വിദ്യാഭ്യാസം കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഇതൊക്കെ എന്താണ് എൻ്റെ ലോജിക്ക് എന്ന് മനസ്സിലാകുന്നില്ല. അപ്പോൾ മുസ്ലിം ലീഗ് ഈ എഡ്യൂക്കേഷൻ പോർട്ട്ഫോളിയോ കൊടുത്ത് എന്താ സംഭവിക്കുക? അപ്പോൾ അത് ഒരു പ്രശ്നമായി കഴിഞ്ഞു, ഓൾറെഡി പ്രശ്നമായി. ഇനിയിപ്പോൾ അതിൻ്റെ പേരിലായിരിക്കും പ്രശ്നം ഉണ്ടാകും. അപ്പോൾ കോൺഗ്രസിൽ തന്നെയുള്ള ആളുകൾ പറയാൻ സാധ്യതയുണ്ട് മുസ്ലിം ലീഗിന് വിദ്യാഭ്യാസ വകുപ്പ് കൊടുക്കാൻ പാടില്ല എന്നുള്ളത്. ലീഗിന് കൊടുക്കുന്ന ഓരോ വകുപ്പുകളിലും ഇനി ഈ തരത്തിലുള്ള ഓഡിറ്റിംഗ് നടത്തും. അപ്പോൾ ഇതിപ്പം നിയമസഭയിൽ 3 BJP-കാരുണ്ടല്ലോ. അപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട ജോലി ഇതായിരിക്കും, അവരെ നിരീക്ഷിക്കുക എന്നുള്ളത്. അതായത് ഓരോ ലീഗിനെ സംബന്ധിച്ചുള്ള ഓരോ പ്രശ്നവും എങ്ങനെ ഒരു പ്രോബ്ലമാറ്റൈസ് ചെയ്യുക എന്നുള്ളത്, അതിനെ പ്രശ്നവൽക്കരിക്കുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തുടക്കത്തിൽ അതിനുള്ള മരുന്നിട്ട് കൊടുക്കുന്നത് കോൺഗ്രസ്സുകാർ തന്നെയാണെന്നുള്ളതാണ്. തീർച്ചയായും അവർ അതിൽ ഒരു പ്രശ്നം ഈ ഒരു ലീഗിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു ചെറിയൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. ഒരു ഘടകകക്ഷിക്കുള്ള ഒരു സ്വാതന്ത്ര്യം അത് നമുക്ക് അനുഭവിച്ചു കൊടുക്കാവുന്നതാണ്. അതിൽ കവിഞ്ഞ്
ഒരു കോൺഗ്രസ് തിരഞ്ഞെടുക്കുന്ന അധികാര മനോഭാവം കാട്ടി അതെ അതെ അല്ല, ഇപ്പോൾ കോൺഗ്രസ് തിരഞ്ഞെടുക്കുന്ന ഒരാളെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിച്ചാൽ ഞങ്ങൾ തോൽപ്പിക്കുമെന്ന് പറയുന്നത് അതെ 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 അത് ഒരു മുന്നണി മര്യാദയ്ക്ക് ചേർന്നതല്ലല്ലോ. മാത്രമല്ല അത് ഇപ്പം എന്തായാലും കോൺഗ്രസ് ആത്യന്തികമായി കോൺഗ്രസ് ആണ് തീരുമാനിക്കേണ്ടത്, അവരുടെ നേതാവാണ്. അതെ, അത് മാത്രമല്ല 5 കൊല്ലം അവരുമായിട്ട് ചേർന്ന് ഭരിക്കേണ്ടതാണ് മുസ്ലിം ലീഗ്. അപ്പം അവരോട് ഈ ആരാണോ തിരഞ്ഞെടുക്കപ്പെടുന്നത് അയാളെ ഞങ്ങൾ അംഗീകരിക്കില്ല, അയാളെ തോൽപ്പിക്കുമെന്നൊക്കെ നേതാക്കന്മാർ പറഞ്ഞിട്ടില്ല എന്ന് വാസ്തവമാണ്. പക്ഷേ അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ഇവിടെ കേരളത്തിൽ ഉണ്ടാക്കിയെടുത്തതിൽ ലീഗിന് ചെറിയ ഉദാഹരണ പിശക് പറ്റിയിട്ടുണ്ട്. അത് ഒഴിവാക്കാമായിരുന്നു. കാരണം ലീഗ് ഇതുവരെയുള്ള എല്ലാ നീക്കങ്ങളും വളരെ അവധാനതയോടുകൂടി നടത്തുകയും വളരെ കൃത്യമായിട്ട് എന്താണ് വരാൻ പോകുന്നത് എന്ന് വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചുകൊണ്ടായിരുന്നു ലീഗിൻ്റെ ഓരോ നടപടികളും. പക്ഷേ ലീഗിന് ഒരു പാളിച്ച പറ്റിയത് ഈ ഒരു തങ്ങൾക്ക് ഒരു നാച്ചുറലായി ഉണ്ടാകുന്ന ഒരു അഭിപ്രായത്തിനപ്പുറത്തേക്ക് എന്തോ അജണ്ടകൾ ലീഗിനുണ്ടോ എന്ന് തോന്നിപ്പിക്കാവുന്ന രീതിയിലുള്ള ചില സംസാരങ്ങൾ ചില നേതാക്കളുടെ ഭാഗത്തുനിന്നും ഭൂരിഭാഗം അണികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായി എന്നുള്ളത് സംശയാസ്പദമാണ്. അതെ, അതേസമയം തന്നെ ഇത് ഭരണത്തിൽ ഇതെങ്ങനെ പ്രതിഫലിക്കും എന്നുള്ളൊരു പ്രശ്നമാണ്. ഇപ്പോൾ ലീഗ് കോൺഗ്രസ് കഴിഞ്ഞാൽ പിന്നെ പ്രബലമായ ഒരു ഘടകകക്ഷി എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗാണ്. ആ മുസ്ലിം ലീഗുമായി ഒരുമിച്ച് പോകുന്നതിലൂടെ മാത്രമേ ഭരണം സുഗമമായി പോകാൻ കഴിയുള്ളൂ. അപ്പോൾ ഇത് ഭരണത്തിൽ എങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യും എന്നുള്ള പ്രശ്നം കൂടെ ഉണ്ട്. ഇപ്പം മന്ത്രിമാരെ തീരുമാനിക്കുന്ന കാര്യങ്ങൾ, വകുപ്പുകൾ തീരുമാനിക്കുന്ന കാര്യങ്ങൾ, അതുപോലെ സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ, മറ്റ് തരത്തിലുള്ള പദവികൾ, ഇതൊക്കെ ഇവരുമായി ആലോചിച്ചിട്ട് തന്നെ പോകാൻ കഴിയുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങിയിരിക്കുന്ന ഈ തർക്കം അത് തുടർന്നുള്ള ദിവസങ്ങളിലും അത് ഉണ്ടാകും എന്നുള്ള കാര്യമാണ് നമ്മൾ. അല്ല, ഇതിൽ ഈ മന്ത്രിമാരെയും പോർട്ട്ഫോളിയോ തീരുമാനിക്കുന്ന കാര്യം മാത്രമല്ല, ചില ഈ പോളിസി പ്രശ്നങ്ങളുണ്ട്. അപ്പം ഇവർ വളരെ ഒരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗം വോട്ട് ചെയ്തത്. ഇടതുപക്ഷത്തിനെതിരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരാരോപണം അത് സോഫ്റ്റ് ഹിന്ദുത്വ എന്നുള്ളതായിരുന്നു. അവിടെയുള്ള BJP ഗവൺമെൻറ്റിൻ്റെ ഒരു B ടീമായിട്ടാണ് കേരളത്തിൽ പ്രവർത്തിച്ചത് എന്നും അത് വലിയ രീതിയിൽ മുസ്ലിം സമുദായത്തിനിടയിൽ പ്രചരിപ്പിക്കുകയും CPM വിരുദ്ധ വികാരവും പിണറായി വിരുദ്ധ വികാരവും ജ്വലിപ്പിച്ചു നിർത്തുന്നതിൽ ഇത്തരം ക്യാമ്പയിനുകൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇനി വരുന്ന ഗവൺമെൻറ്റിൻ്റെ നിലപാടുകൾ എന്തായിരിക്കും? ഇപ്പോൾ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ, PM ശ്രീ പോലുള്ള പദ്ധതികൾ, അതിലെന്ത് നിലപാടെടുക്കും? അതിൽ കോൺഗ്രസിനും ലീഗിനുമുള്ള നിലപാട് എന്താണ്? ഇപ്പം സംഘപരിവാർ വിരുദ്ധതയുടെ കാര്യത്തിൽ, ഇപ്പം പോലീസിൻ്റെ കാര്യത്തിൽ, പോലീസിങ്ങിനെ കുറിച്ചാണല്ലോ ഏറ്റവും വലിയ ആരോപണം ഉണ്ടായിരുന്നത്. പോലീസിങ്ങിനെ കുറിച്ച് ആയിരിക്കും ഒരുപക്ഷെ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത്. എങ്ങനെയാണ് ഈ സംഘപരിവാർ സ്വാധീനം എന്ന് പറഞ്ഞ് നിങ്ങൾ ഇതുവരെ ഉന്നയിച്ചിരുന്ന ആരോപണം ഇനി എങ്ങനെയാണ് നിങ്ങൾ ഒഴിവാക്കാൻ പോകുന്നത്? എങ്ങനെയാണ് അതിനെ റെസിസ്റ്റ് ചെയ്യുന്നത്, അതിനെ വീഡ് ഔട്ട് ചെയ്യുന്നത് എന്നൊരു ചോദ്യം വരുമല്ലോ. അപ്പോൾ ഇത്തരം പോളിസി പ്രശ്നം റെസിസ്റ്റ് ചെയ്യാൻ കഴിയുമോ? അത് പിണറായി വിജയൻ സ്വീകരിച്ച് ഇവരെ എതിർത്തിരുന്ന അതേ നയം തന്നെ തുടരേണ്ടി വരുമോ എന്നുള്ള ചോദ്യമൊക്കെ ഉണ്ട്. അത് കാത്തിരുന്ന് കാണാം. കാരണം കോൺഗ്രസിൻ്റെ ഒരു ട്രാക്ക് റെക്കോർഡ് വെച്ചുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്ന അത്ര കൃത്യമായ ഒരു സംഘപരിവാർ വിരുദ്ധത കേരളത്തിലെ ഭരണത്തിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. അത് 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, കേരള ഗവൺമെൻറ് എന്നുള്ളത് കേരളത്തിൽ ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട മുന്നണി അല്ലെങ്കിൽ അത് രൂപീകരിക്കുന്ന ഗവൺമെൻറ് മുസ്ലിങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള ഗവൺമെൻറ്റാണ് എന്ന ഒരു പ്രതീതി കേരളത്തിന് പുറത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കേരളം ജിഹാദികളുടെ പിടിയിൽ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പം മുസ്ലിം ലീഗിൻ്റെ കൊടി അത് പാകിസ്ഥാൻ്റെ കൊടിയാണ് എന്ന രീതിയിലുള്ള പ്രചരണമൊക്കെ പ്രചണ്ഡമായിട്ട് രാഹുൽ ഗാന്ധി ഇവിടെ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന സമയത്ത് തന്നെയാണ് വലിയ ആ ഒരു രീതിയിലുള്ളൊരു ക്യാമ്പയിൻ നോർത്ത് ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെ കോൺഗ്രസ് വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് മുസ്ലിം ലീഗ് നിർണ്ണയിക്കുന്ന അജണ്ടക്കനുസരിച്ചല്ല പ്രവർത്തിക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്തേണ്ട ഒരു അധിക ബാധ്യത കൂടി കോൺഗ്രസിനുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ള ഒരു സംഘപരിവാർ വിരുദ്ധത ഈ അവർക്ക് UDF വോട്ട് ചെയ്ത ഭൂരിപക്ഷം ആളുകളും ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ അവർ സ്വപ്നം കാണുന്ന രീതിയിലുള്ള അവരുടെ ആഗ്രഹമനുസരിച്ചുള്ള ഒരു ഗവൺമെൻറ് ആയിരിക്കുമോ എന്നുള്ളത് വലിയൊരു ഒരു പരീക്ഷയായിരിക്കും. അതോടൊപ്പം തന്നെ ഈ നേരത്തെ നമ്മൾ ഘടകകക്ഷികളുമായിട്ടുള്ള പ്രശ്നം, ഇപ്പോൾ ജോസഫ് ഗ്രൂപ്പുമായിട്ടൊക്കെ ഈ പ്രശ്നങ്ങൾ വരാം.
മാത്രമല്ല ഇപ്പോൾ കോൺഗ്രസ്സിൽ ഇപ്പോൾ കൃത്യമായി 3 ചേരികൾ രൂപപ്പെട്ടിട്ടുണ്ട്. അത് ഒന്ന് കേരളത്തിലെ എം പി ആയ കെ സി വേണുഗോപാലിൻ്റെ നേതൃത്വത്തിലാണ്, മറ്റൊന്ന് വി ഡി സതീശൻ്റെയാണ്, മറ്റൊന്ന് രമേശ് ചെന്നിത്തലയാണ്. അപ്പോൾ ഈ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഈ ഭരണത്തെ നയിക്കുന്ന കോൺഗ്രസ്സിനകത്ത് ഈ 3 ചേരികൾ എങ്ങനെ പരസ്പരം സഹവർത്തിത്വപ്പെട്ട് പോകുമെന്നുള്ളൊരു പ്രശ്നം കൂടെ ഉണ്ട്. 3 ചേരി എന്നൊക്കെ കവിഞ്ഞ് അത് 2 ചേരിയായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പം വി ഡി സതീശൻ മുഖ്യമന്ത്രിയാവുകയാണെങ്കിൽ അത് ഡീസ്റ്റെബിലൈസ് ചെയ്യാനുള്ള എല്ലാ പണികളും അത് വളരെ എളുപ്പമാണ്. കാരണം അത് ഹൈക്കമാൻഡിലുള്ള ഒരു കക്ഷി എന്ന നിലയിൽ അത് നടക്കും. നേരെ മറിച്ച് കെ സി വേണുഗോപാലാണ് മുഖ്യമന്ത്രി ആവുന്നതെങ്കിൽ ജനവികാരം എതിരാണ് എന്നുള്ളത് കൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ ആ ഗവൺമെൻറ്റിനെ ബുദ്ധിമുട്ടിക്കാനും സാധിക്കും. ഇതൊക്കെ ഒഴിവാക്കാവുന്ന കാര്യം. ഇത് തുടക്കത്തിൽ തന്നെ ഇത് കേന്ദ്ര നേതൃത്വം ഇടപെടുകയും ശക്തമായ രീതിയിൽ തന്നെ നിലപാടെടുക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ഇത് ഒഴിവാക്കാവുന്ന കാര്യമാണ്. കാരണം ഇത് ഡിവൈഡ് കഴിഞ്ഞിട്ട് പരിഹരിക്കുന്നതിനേക്കാൾ നല്ലത് ഡിവൈഡ് ഇല്ലാതായിരിക്കുമെന്നാണ്. അപ്പോൾ ടീം UDF എന്ന് പറഞ്ഞിട്ടാണല്ലോ മത്സരിച്ചത്. ഈ ഗ്രൂപ്പുകളില്ല, ഇനി മുതൽ കോൺഗ്രസിൽ ഗ്രൂപ്പുകളില്ല എന്നാണ് സതീശൻ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അപ്പോൾ പലരും പറഞ്ഞത് അത് അധികാരം ഇല്ലാത്തതുകൊണ്ടാണ്. സ്ഥാനാർത്ഥി നിർണ്ണയം തൊട്ട് തുടങ്ങിയിരുന്നു. വളരെ കൃത്യമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. തുടങ്ങുകയും അതിൻ്റെ റിഫ്ലക്ഷൻ റിസൾട്ടിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു പ്രത്യേക രീതിയിൽ എല്ലാ ആളുകളും കെ സി വേണുഗോപാൽ എന്ന രീതിയിൽ ഭൂരിപക്ഷം അഭിപ്രായം രേഖപ്പെടുത്തുകയും ഒക്കെ പലരും വി ഡി സതീശൻ്റെയും രമേശിൻ്റെയും കൂടെയൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ പോലും മുസ്ലിം ലീഗിന്റെ ഒരു വലിയ പ്രശ്നം അതാണ്. മുസ്ലിം മലബാറിൽ മുസ്ലിം ലീഗിന്റെ ഒരു സപ്പോർട്ടോടുകൂടിയാണ് ജയിച്ച MLA-മാരിൽ ഭൂരിപക്ഷവും അവർ പ്രതീക്ഷിക്കുന്ന വി ഡി സതീശൻ്റെ കൂടെ നിൽക്കുമെന്നായിരുന്നു. പക്ഷേ അതൊരു കെ സിക്കാണ് അവരുടെ വോട്ട് കൊടുത്തിട്ടുള്ളത്. പക്ഷെ അതിലിപ്പോൾ ലീഗിൻ്റെ കൂടെ നിൽക്കണമെന്ന് പറയാൻ പറ്റില്ല, അത് കോൺഗ്രസിൻ്റെ തീരുമാനമാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു ശാക്തിക ചേരികൾ ഉണ്ടാക്കുക, തുടക്കത്തിൽ തന്നെ ഉണ്ടാക്കുക എന്നുള്ളത് ഒരു വലിയ ഒരു പ്രശ്നമാണ്. പിന്നെ അതിനുള്ള ഏക സമാധാനം 102 പേരുടെ ഭൂരിപക്ഷം ഉണ്ട് എന്നുള്ളത് കൊണ്ട് അത്ര വേഗമൊന്നും തകരില്ല എന്നുള്ള ഒരു പ്രതീക്ഷയാണുള്ളത്. ആ പ്രതീക്ഷ എന്താണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അതിലുള്ളൊരു പ്രശ്നം പഴയതുപോലെയല്ല കേരളത്തിൻ്റെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ. ഇപ്പം LDF വലിയൊരു തകർച്ച നേരിട്ടു ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പുമായിട്ട്. അതിനി കരകയറി വരാൻ കുറച്ച് സമയമെടുക്കും. അതവർ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവരൊരു പക്ഷേ കരകയറി വരാൻ സാധ്യതയുണ്ട്. ഈ ജനവിധിയെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങളാണ് കോൺഗ്രസ് നേതൃത്വം നടത്തുന്നതെങ്കിൽ അതിനെതിരായ അസംതൃപ്തി സ്വാഭാവികമായിട്ടും രൂപപ്പെടും. അതിനും അവരുടെ ഭരണപരമായ കാരണങ്ങളാകണമെന്നില്ല. അവരുടെ തമ്മിലടി ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. എപ്പോഴും കോൺഗ്രസിനോടുള്ള എതിരായ ജനവികാരം ഉണ്ടാകുന്നതിൽ ഈ തമ്മിലടി പലപ്പോഴും പങ്കുവഹിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ CPM ശക്തമായി വന്നില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത്, ഇപ്പോൾ BJPക്ക് നിയമസഭയിൽ 3 അംഗങ്ങളുണ്ട്. കഴിഞ്ഞ സഭയിൽ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ 3 അംഗങ്ങളുള്ള ഒരു പാർട്ടിയായി BJP മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെ മുതലെടുക്കാൻ BJPക്കും വലിയ ശ്രമങ്ങൾ നടത്താൻ സാധ്യതയുണ്ട്, അവരും ശ്രമങ്ങൾ നടത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു അപകടസന്ധി കൂടെ കേരളത്തിലുണ്ട്. അതിൽ ഇതിപ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പം LDF പരാജയത്തോടുകൂടി വലിയൊരു പ്രതിസന്ധി നേരിട്ടാണ്. അവരുടെ ഉള്ളിലുള്ള പ്രതിസന്ധിയാണ്. നമ്മളത് ചർച്ച ചെയ്യാത്ത ഈ പ്രശ്നം അതിലും വലിയ പ്രശ്നം ഉള്ളതുകൊണ്ടാണ്. CPMൻ്റെ കണ്ണൂർ ജില്ലയിലെ അവിടെ കോട്ടകളിൽ പോലും വലിയ രീതിയിലുള്ള ആഘാതങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് കരകയറാൻ സമയമെടുക്കും. ഇപ്പോഴത്തെ തിരഞ്ഞെടുക്കപ്പെട്ട UDF ആണെങ്കിൽ ഇപ്പോഴും പ്രശ്നം തീരുന്നു. അപ്പോൾ ആൾക്കാരുടെ മനസ്സിലുണ്ട് മൂന്നാമത്തെ ഓപ്ഷൻ എന്ത്? മൂന്നാമത്തെ ഓപ്ഷൻ വരുന്നത് BJP ആണ്. അപ്പോൾ അതുകൊണ്ട് BJPക്ക് ഒരു കളമൊരുക്കി കൊടുക്കുക, അതാണ് വാസ്തവത്തിൽ സംഭവിച്ചു. ഇപ്പോൾ കോൺഗ്രസ്സിൽ ഉണ്ടാകുന്ന ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങൾക്ക് ഒരു ദൂരവ്യാപകമായ ഫലം എന്നുള്ളത് അത് BJPക്ക് അനുകൂലമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ, ഒരു അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അതെ, അതോടൊപ്പം തന്നെ ഈ ഭരണത്തിൽ ഇപ്പോൾ ഒരു ഗവൺമെൻറ് പുറത്തേക്ക് പോയപ്പോൾ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ ഇപ്പോൾ ഈ വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. പലതരത്തിലുള്ള കേരളത്തിലെ വലിയ ഭരണപ്രതിസന്ധി യഥാർത്ഥത്തിൽ ബാക്കി വെച്ചിട്ടാണ് ഒരു ഗവൺമെൻറ് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ അതിനിടയ്ക്കാണ് ഇവർ 5 ഗ്യാരണ്ടി പറഞ്ഞിട്ടുണ്ട്. ഈ 5 ഗ്യാരണ്ടികൾ സംസ്ഥാനത്തിന് വലിയ ബാധ്യതകൾ ഉണ്ടാക്കി വയ്ക്കുന്ന ഒരു ഗ്യാരണ്ടികളാണ്. ഇതിനപ്പുറത്തേക്ക് പല കാര്യങ്ങൾ, ഇപ്പോൾ ആശാ വർക്കർമാരുടെ വേതനം കൂട്ടിക്കൊടുക്കുക, മറ്റ് പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളുടെ ഗ്രാൻഡ് കൊടുക്കുക, അവർക്ക് ഭൂമി കൊടുക്കാൻ തുടങ്ങി ഒരുപാട് വാഗ്ദാനങ്ങൾ UDF മുന്നോട്ട് വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധിയും മറ്റ് പ്രതിസന്ധികളും നേരിടുന്ന ഒരു ഘട്ടത്തിൽ വരുന്ന ഒരു ഗവൺമെൻറ്റിന് ഇതൊക്കെ പരിഹരിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാനുള്ള സമയം ഈ ഗ്രൂപ്പ് തർക്കത്തിനിടയിൽ കിട്ടുമോ എന്നുള്ളൊരു പ്രശ്നം കൂടിയാണ്. അല്ല, ഈ പല UDFൻ്റെ പല പ്രോമിസുകളും വാഗ്ദാനങ്ങളും പുറമേ നോക്കുമ്പോൾ വളരെ മനോഹരമാണ്. അതെ, അത് കേരളത്തെ പോലുള്ള ഒരു സംസ്ഥാനത്തിൽ അത് എത്രമാത്രം പ്രായോഗികമാണ് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഒന്നാമത് ഈ കേന്ദ്രം എല്ലാ രീതിയിലും ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്ന ഒരു ഗവൺമെൻറ് ആയിരുന്നു. അത് നല്ലൊരു ഫിസിക്കൽ മാനേജ്മെൻറ്റിലൂടെ അല്ലാതെ അതിന് കരകയറാൻ പറ്റില്ല. അതൊരു ചെറിയൊരു അളവോളം അതിൽ LDF ഗവൺമെൻറ് വിജയിച്ചു, പൂർണ്ണമായും വിജയിച്ചു എന്ന് പറയില്ലെങ്കിൽ ഇതുവരെ മുന്നോട്ട് കൊണ്ടുവരും. അത് കിഫ്ബി പോലുള്ള സമാന്തരമായ മാർഗ്ഗങ്ങൾ അവർ സ്വീകരിച്ചു. അപ്പോൾ ഇവർക്ക് വന്നാൽ കിഫ്ബി പിരിച്ചുവിടുന്നതാണ് പറയുന്നത്. അപ്പം അതിന് ബദലായിട്ട് എന്ത് കൊണ്ടുവരും, എങ്ങനെയാണ് ഈ വിഭവ സമാഹരണം എന്നുള്ള പ്രശ്നം കൊണ്ടുവരുന്നത്, ഈ ടാക്സേഷൻ പോലുള്ള കാര്യങ്ങൾ, ഈ നഷ്ടങ്ങൾ, ഇതൊക്കെ എങ്ങനെ കൊണ്ടുവരും, അതിനൊക്കെ ഒരു പോളിസി ഉണ്ടോ, ഒരു അപ്രോച്ച് ഉണ്ടോ എന്നുള്ളതാണ്. ഇനി അഥവാ അപ്രോച്ച് ഉണ്ടെങ്കിൽ പോലും ഇതിനിടയിൽ അത് ആലോചിക്കാനുള്ള സമയമുണ്ടോ എന്നുള്ളൊരു പ്രശ്നമാണ്. വളരെ നല്ല രീതിയിലുള്ള ഒരു തിരഞ്ഞെടുപ്പ് വിജയം ഉണ്ടാവുകയും വളരെ നല്ല രീതിയിൽ തന്നെ ഒരു നേതാവിനെ തിരഞ്ഞെടുക്കാനുള്ള സാധ്യതകൾ ഉണ്ടാവുകയും വളരെ നല്ല രീതിയിൽ തന്നെ ഭരിക്കാൻ, തുടക്കത്തിലെങ്കിലും ഭരിച്ച് കാണിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവുകയും ചെയ്തിട്ട് പോലും ഇത്തരത്തിലുള്ള ഈ ചർച്ച പോലും ഒരുപക്ഷെ നമ്മളിന്ന് ചർച്ച ചെയ്യേണ്ടത് ഇടതുപക്ഷത്തെക്കുറിച്ചായിരുന്നു. ആ രീതിയിലുള്ള ചർച്ചകളെ പോലും മാറ്റിമറിച്ചുകൊണ്ട് ഈ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടി വന്നത് അതിൽ കോൺഗ്രസ്സിൽ അതിന് ഒറ്റ ഉത്തരവാദിയേ ഉള്ളൂ, അത് കോൺഗ്രസ് നേതൃത്വം മാത്രമാണ്. ഈ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് എത്രമാത്രം ഹൈ ആണ്, എത്രമാത്രം കമാൻഡിങ് പവർ ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ വലിയ ഒരു ആശങ്ക ഉണ്ടാവുകയാണ്. ഇപ്പം എല്ലാവരെയും അങ്ങോട്ട് വിളിക്കുകയാണെന്ന് പറഞ്ഞത്. ഇനിയിപ്പോൾ 3 പേരല്ലാതെ നാലാമതൊരു വിസ്മയം കൂടി ഉണ്ടാകുമോ എന്നുള്ള പ്രശ്നം കൂടി വരുന്നുണ്ട്. ഈ പ്രേമേന്ദ്രൻ RSPയുടെ പ്രേമേന്ദ്രൻ പറഞ്ഞിരുന്നു മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പും ഒരു വിസ്മയമാകാൻ സാധ്യത. അതെ, ആ വിസ്മയം കാത്തുവെക്കുന്നത് അതുകൂടി താങ്ങാനുള്ള കരുത്ത് കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടാകുമോ എന്നുള്ള അറിയില്ല. പക്ഷേ ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി കേൾക്കണം. തെരഞ്ഞെടുപ്പ് എത്രയോ 2026 മെയ്യിൽ തെരഞ്ഞെടുപ്പ് വരുമെന്ന് മുമ്പേ അറിയുന്ന കാര്യങ്ങളാണ്. ലീഗിൻ്റെ അക്കാര്യത്തിൽ വളരെ മുമ്പ് തന്നെ അവർ തീരുമാനങ്ങൾ എടുക്കുകയും അവർ നടപ്പിലാക്കുകയും വളരെ കൃത്യമായിട്ട് 22 സീറ്റുകൾ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. UDFലെ മറ്റ് ഘടകകക്ഷി, പ്രധാന ഘടകകക്ഷിയായ കോൺഗ്രസ് ഇത്തരം ഉത്തരവാദിത്വം ഇല്ലാത്ത രീതിയിൽ പെരുമാറുമ്പോൾ ഒരു കക്ഷിക്ക് മാത്രമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. എന്തായാലും കോൺഗ്രസിൻ്റെ ഒരു ഇലക്ഷൻ എഞ്ചിനീയറിംഗ് ഗംഭീരമായി നടത്തി വലിയൊരു ഭൂരിപക്ഷം 1960 സമാനമായ 63 സീറ്റുകൾ എന്നൊരു വലിയ വിസ്മയം തീർക്കുകയും നേരത്തെ സതീശൻ തന്നെ പറഞ്ഞതുപോലെ CPM-നുള്ളിൽ തന്നെ വിസ്മയം തീർത്തു. 4-5 വിമതന്മാരെ പുറത്ത് ചാടിച്ചു കൊണ്ടുവരികയും അവരെ UDFൻ്റെ ഭാഗമായി നിർത്തി അവരെ വിജയിപ്പിക്കുകയൊക്കെ ചെയ്ത് വലിയ തോതിലുള്ള രാഷ്ട്രീയമായൊരു വലിയ ചേഞ്ചസാണ് കേരളത്തിലുണ്ടാക്കിയത്. പക്ഷേ ഇതെല്ലാം വളരെ നിമിഷങ്ങൾ കൊണ്ട് വാനിഷ് ചെയ്തു പോകുന്ന ഒരു സ്ഥിതിയിലേക്കാണ് ഇപ്പോഴത്തെ ഈ തർക്കങ്ങൾ പോകുന്നത്. അത് ഈ പറഞ്ഞ പോലെയുള്ള ഒരു സോഷ്യൽ എഞ്ചിനീയറിങ്ങോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള എഞ്ചിനീയറിങ്ങോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ട്രാറ്റജിയോ UDFന് ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഇത് സംഭവിച്ചു പോയതാണ്. ഇത് ഒരു ഓൾട്ടർനേറ്റീവ് ഇല്ലാത്തതുകൊണ്ട് ജനങ്ങൾക്ക് പിണറായി ഗവൺമെൻറ്റിനെ മാറ്റണം എന്നുള്ള അദമ്യമായ ആഗ്രഹമുണ്ട്. അത് മാറ്റണമെങ്കിൽ വേറെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് എല്ലാ സെക്ഷൻ ജനങ്ങളും, ന്യൂനപക്ഷങ്ങൾ മാത്രമല്ല എല്ലാ സമൂഹത്തിലുള്ള എല്ലാ വിഭാഗങ്ങളും അവരുടെ CPM-കാർ തന്നെ UDFന് വോട്ട് ചെയ്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു വിജയം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ പയ്യന്നൂരും തളിപ്പറമ്പിലൊന്നും നടക്കില്ല, തൃക്കരിപ്പൂര് പോലും നടക്കില്ലായിരുന്നു. അപ്പോൾ അത് കോൺഗ്രസിൻ്റെ ഏതെങ്കിലും സ്ട്രാറ്റജി കൊണ്ടോ അല്ലെങ്കിൽ സതീശൻ ഇങ്ങനെ വലിയ ഒരു പറയുന്ന രീതിയിൽ ഇൻക്ലൂസീവ് പൊളിറ്റിക്സ് അങ്ങനെയൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു, അതൊന്നും നടന്നില്ല. നമുക്കറിയാം വലിയ പൊളിറ്റിക്കൽ വിഷനൊക്കെ അവതരിപ്പിച്ചു, പ്ലാറ്റ്ഫോം, ഗ്രാൻഡ് പ്ലാറ്റ്ഫോം ഓഫ് ഡിഫറെൻറ്റ് സോഷ്യൽ ഗ്രൂപ്പ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അവർക്ക് CK പോലും സീറ്റ് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ കോൺഗ്രസ് ആണത്. അതുകൊണ്ട് ഇത് കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഒരു വളരെ കൃത്യമായ പ്ലാനിങ് കൊണ്ട് നടന്നതൊന്നല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ കിട്ടിയത് കൊണ്ടുള്ള പെട്ടെന്ന് ഇത്ര സീറ്റ്
100 സീറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതെ അതെ ആത്മാർത്ഥമായിട്ട് അവർ 100 സീറ്റ് പ്രതീക്ഷിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. 80 സീറ്റൊക്കെ ആയിരുന്നു. ഇന്നിപ്പോൾ സതീശൻ്റെ ആയിട്ടുള്ളൊരു ഇൻ്റർവ്യൂവിൽ കണ്ടത് അത് കൃത്യമായി പഠിച്ച് അവതരിപ്പിച്ചതാണെന്നാണ് സതീശൻ അവകാശപ്പെടുന്നത്. അതെ അതെ 100 സീറ്റുകളിൽ ഞാൻ ഓരോ സ്ഥലങ്ങളിലും പോയി കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത എൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ ആത്മവിശ്വാസത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ 100 സീറ്റ് എന്ന് പറഞ്ഞത്. അതൊരു സാഹസികതയായിരുന്നു, പക്ഷേ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹം. അത് ഞാനത് കണ്ടസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചാണ് അവര് പഠിക്കുന്നത് പോലെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാരണം അവർക്ക് ജീവൻ വേറെ പ്രശ്നമാണ്. അവരെങ്ങനെ ചിലപ്പോൾ ഗ്രൗണ്ട് റിയാലിറ്റിയെ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ പുറമേ നോക്കുമ്പോൾ അങ്ങനെ ഒരു സംഭവങ്ങൾ ഒരു 90 സീറ്റൊക്കെ 80-90 അത്രയൊക്കെ ആയിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. ഇത് ഒരു സർജ് ഉണ്ടാവുകയും അതിൻ്റെ കാരണം എന്താണ്? കാരണം എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ്. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഭയങ്കരമായിട്ട് പ്ലാനിങ് ഉണ്ടാവുകയോ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഒരു ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ടൊന്നല്ല, അത് അങ്ങനെ സംഭവിച്ചു പോയതാണ്. അപ്പോൾ ഇന്ന് ആണ് ഇപ്പോൾ തെളിയുന്നത്. കാരണം മുഖ്യമന്ത്രി എങ്ങനെ തിരഞ്ഞെടുക്കുന്ന അറിയില്ല. ആ സ്ട്രാറ്റജി എങ്കിലും തിരഞ്ഞെടുപ്പിൻ്റെ സ്ട്രാറ്റജി കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്ട്രാറ്റജി എങ്ങനെ. അപ്പോൾ മുഖ്യമന്ത്രി എങ്ങനെ തിരഞ്ഞെടുക്കാൻ കഴിയാത്തൊരു പാർട്ടിക്ക്, വലിയ തർക്കങ്ങളിൽപ്പെടുന്നൊരു പാർട്ടിക്ക് ഭരണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളൊരു വലിയ പ്രശ്നമാണ്. കാരണം നമ്മൾ പണ്ടേ പറയുന്ന സംഭവമാണ് പോലീസിലെ സംഘീവൽക്കരണം എന്ന് പറയുന്നുണ്ട്, സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നുണ്ട്, വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ മനസ്സിലാക്കാത്തൊരു കാര്യം, ആ വഴിയിലൂടെ ഗവർണർ ഇങ്ങനെ കുറേ ആൾക്കാരെ ഈ ഇതിലേക്ക് സെനറ്റിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ കേന്ദ്രം പണം അനുവദിക്കാത്ത വലിയ പ്രശ്നമുണ്ട്. അതൊക്കെ എങ്ങനെ തരണം ചെയ്ത് ഇത് നിശ്ചയദാർഢ്യമുള്ള അല്ലെങ്കിൽ ഒരു വിഷൻ ഉള്ള ഒരു സർക്കാരിന് മാത്രമേ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ തരണം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ തീർച്ചയായും ആളുകൾ കൊണ്ട് പറയിക്കും ഇത് നല്ലത് ആ മറ്റേ ഭരണമായിരുന്നു. ഇനിയിപ്പോൾ അവർക്കൊരു വിഷൻ ഉണ്ടെങ്കിലും അത് പുറത്തെടുക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഇനി അത്. ഈ പരിക്കുണ്ടല്ലോ, ഇപ്പോൾ കോൺഗ്രസിനുണ്ടായ പരിക്ക്, ഈ ഒരു വിവാദത്തിൽ കോൺഗ്രസിന് മാത്രമല്ല കോൺഗ്രസും ഘടകകക്ഷികളും തമ്മിലുണ്ടായിട്ടുള്ള ഈ പരിക്ക്, അല്ലെങ്കിൽ ഈ ഒരു പരസ്പരമുള്ള വിശ്വാസക്കുറവ്, അത് ഗവൺമെൻറ്റിനെ വളരെ മോശമായ രീതിയിൽ ബാധിക്കും. അതിൻ്റെ പ്രവർത്തനങ്ങളെ തന്നെ ബാധിക്കും. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായിട്ട് വലിയ വിജയത്തെ അത് എത്രമാത്രം ഭരണത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത് കോൺഗ്രസ് നേതൃത്വം തന്നെയാണ്. അത് ഒരു പക്ഷേ ഹൈക്കമാൻഡ് എന്ന് പറയുന്ന സർവശക്തമായ ഒരു സംവിധാനം ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പ്രതിസന്ധി വളരെ എളുപ്പത്തിൽ പരിഹരിക്കാൻ കഴിയുമായിരുന്നു. ഇത്തരം കലഹങ്ങളെ വളരെ എളുപ്പത്തിൽ തന്നെ ഇല്ലാതാക്കാൻ അവർക്ക് കഴിയുമായിരുന്നു. എന്തായാലും അത് കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അത് എപ്പോൾ പരിഹരിക്കുമെന്നുള്ള കാര്യം പോലും വ്യക്തമല്ല. തീർച്ചയായിട്ടും നമുക്കതൊരു പരിഹരിക്കപ്പെടട്ടെ. കേരളത്തിലൊരു പുതിയ ഗവൺമെൻറ്, ഊർജ്ജസ്വലമായൊരു ഗവൺമെൻറ്, ഈ തർക്കങ്ങളെല്ലാം തീർത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നൊരു ഗവൺമെൻറ് ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നന്ദി.